പുരകത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊരു പ്രയോഗമുണ്ട്. ഡിസ്റ്റിലറി വിവാദം കേരള രാഷ്ട്രീയത്തിൽ കത്തിപ്പടരുകയാണ്. പ്രതിപക്ഷം മാത്രമല്ല, ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ തന്നെ എലപ്പുള്ളിയിലെ ഡിസ്റ്റിലറി, ഒയാസിസിൻ്റെ ഡിസ്റ്റിലറിക്കെതിരെ സമരരംഗത്തും വിവാദങ്ങളിലുമാണ്. RJD പരസ്യമായി തന്നെ ഇടതുമുന്നണിയിൽ ഇത് ആലോചിച്ചിട്ടില്ല എന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ബിനോയ് വിശ്വം അടക്കമുള്ള CPI നേതാക്കൾ ഇത് പരിസ്ഥിതിക്കും കുടിവെള്ളത്തിനും കൃഷിക്കും എല്ലാം പ്രതികൂലമായി ബാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. മറ്റ് ഘടകകക്ഷികളുടെയും അഭിപ്രായം വ്യത്യസ്തമല്ല. കേരള കോൺഗ്രസിനകത്തും കേരള കോൺഗ്രസിനകത്തും എതിർ അഭിപ്രായങ്ങളുണ്ട്. ചുരുക്കത്തിൽ ഇടതുമുന്നണിയിൽ ആലോചിക്കാതെ ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് നടപ്പാക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ച എലപ്പള്ളിയിലെ ഡിസ്റ്റിലറി യാഥാർത്ഥ്യമാകാനിടയില്ല. അപ്പോൾ ഇതിനിടയിൽ മറ്റൊരു ഗൂഢാലോചന ആരംഭിച്ചിരിക്കുകയാണ്. 4 കൊല്ലമായി ലൈസൻസ് കിട്ടിയിട്ടും ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടും ഉൽപ്പാദനം തുടങ്ങാൻ കഴിയാതെ കിടക്കുന്ന ചിറ്റൂരിലെ മേനോൻപാറയിലെ മലബാർ ഡിസ്റ്റിലറി, അത് ലീസിന് കൊടുക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം സർക്കാർ അധീനതയിൽ ഏക്കർ കണക്കിന് ഭൂമിയും സൗകര്യങ്ങളും ലൈസൻസും ജവാൻ ബ്രാൻഡ് നിർമ്മിക്കാനുള്ള ബ്രാൻഡ് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ട സംവിധാനം ലീസിന് കൊടുക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ആ ലീസ് തങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ള നീക്കം ഇപ്പോൾ ഒയാസിസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു ഡിസ്റ്റിലറി തുടങ്ങാനുള്ള വിവാദങ്ങൾ കൊണ്ടുവരികയും ക്യാബിനറ്റിൽ അതിന് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്ത് ആ വിവാദം കത്തി നിൽക്കുമ്പോൾ അതിൽ നിന്ന് സമർത്ഥമായി പിൻവലിയുകയും എന്നിട്ട് സർക്കാർ അധീനതയിലുള്ള ഒരു ഡിസ്റ്റിലറി ഈ വിവാദ കമ്പനിക്ക് ലീസിന് നടത്താൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന ജനവികാരത്തെ മറികടക്കാനും അങ്ങനെ കുറുക്ക് വഴിയിലൂടെ സർക്കാർ അധീനതയിലുള്ള ഡിസ്റ്റിലറി, മലബാർ ഡിസ്റ്റിലറി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനും എളുപ്പമാകും. അപ്പോൾ ഒരു ചാണക്യ തന്ത്രമാണോ പിണറായി സർക്കാർ ഇതിൽ പയറ്റുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യം സ്വകാര്യ മേഖലയിൽ ഡിസ്റ്റിലറി അനുവദിക്കുന്നു, അതും എലപ്പള്ളി പോലൊരു പ്രദേശത്ത്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നു. പ്രതിഷേധത്തിൻ്റെ സാഹചര്യത്തിൽ അതിൽ നിന്ന് സർക്കാർ പിൻവലിയുന്നു. സമാന്തരമായി സർക്കാർ അധീനതയിലുള്ള ഡിസ്റ്റിലറി സ്വകാര്യ മേഖലയ്ക്ക്, ആരോപണ വിധേയരായ കമ്പനിക്ക് ലീസിന് നൽകുക. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും. അപ്പോൾ ചിറ്റൂർ ഷുഗേഴ്സ് ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ, പാലക്കാട്ടെ രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ചിക്കോപ്സായി മാറി, അതും പൂട്ടി. അത് പൂട്ടിക്കഴിഞ്ഞപ്പോൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ വീണ്ടും മദ്യ ഉൽപ്പാദനം ആരംഭിക്കാൻ വേണ്ടി ആലോചനകൾ നടന്നു. മലബാർ ഡിസ്റ്റിലറി രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് ഏറ്റവും വില കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ബ്രാൻഡ് നിർമ്മാണത്തിനുള്ള ലൈസൻസ് വരെ നേടി. അപ്പോൾ ലൈസൻസ് ഉള്ള ഒരു ഡിസ്റ്റിലറി, സ്ഥലവും യന്ത്രസാമഗ്രികളുമുള്ള ഒരു ഡിസ്റ്റിലറി, മദ്യത്തിന് ലൈസൻസ് ലഭിച്ച, അതായത് ബ്രാൻഡ് രജിസ്ട്രേഷൻ വരെ ലഭിച്ച ഒരു കമ്പനി എളുപ്പത്തിൽ സ്വകാര്യ കമ്പനിക്ക് കൈമാറാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണോ ഇപ്പോഴത്തെ വിവാദങ്ങൾ എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റില്ല.